പോലീസിനായി വാങ്ങിയ ബോഡി വോൺ ക്യാമറയിൽ അടിമുടി ദുരൂഹത. സംസ്ഥാനത്ത് വിതരണം ചെയ്ത 310 ക്യാമറകളും പ്രവർത്തനരഹിതമായിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ക്യാമറ വാങ്ങിയതിന് ചെലവായ തുകയുടെ വിശദ വിവരങ്ങൾ 24-ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. 2018 പോലീസുകാർക്ക് യൂണിഫോമിൽ ഘടിപ്പിക്കുന്ന ബോഡി വോൺ ക്യാമറയ്ക്കായി കരാറിൽ ഒപ്പിടുന്നത്. പോലീസുകാരുടെ പ്രവൃത്തി സുതാര്യമാക്കുകയെന്ന വാദമുയർത്തിയാണ് 1 കോടി രൂപ മുടക്കി 310 ക്യാമറകൾ വാങ്ങിയത്. പക്ഷേ 1 മാസം തികയും മുമ്പേ മിക്ക പോലീസുകാരും അത് മടക്കി നൽകി. കുറച്ചു സമയം ഘടിപ്പിക്കുമ്പോൾ നെഞ്ചിൽ ചൂടനുഭവപ്പെടുന്നുവെന്നാണ് പരാതി. ക്യാമറ വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖകളാണ് പുറത്തുവന്നത്. ആദ്യഘട്ടത്തിൽ 50 ക്യാമറ വാങ്ങാൻ 29,99,560 രൂപയാണ് ചിലവായത്. പിന്നീടുള്ള 130 ക്യാമറ വാങ്ങാനും ചിലവായത് 29,95,200 രൂപയെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു. എന്നാൽ അതിനുശേഷം വാങ്ങിയ 130 ക്യാമറ വാങ്ങാൻ 39,55,295 രൂപയും ചിലവായി. അതായത് 10 ലക്ഷം രൂപ അധികം നൽകേണ്ടി വന്നുവെന്നാണ് രേഖകൾ പറയുന്നത്. യാതൊരു പൈലറ്റ് സർവേ നടത്താതെയാണ് ക്യാമറ വാങ്ങിക്കൂട്ടിയതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഇത് 1 കോടി രൂപയുടെ അഴിമതിയാണ്. ഇതിൽ ഒരേ സമയം ഒരേ ടൈപ്പ് ക്യാമറകൾ 29 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്നു, 39 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്നു, 27 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്നു. അങ്ങനെ എണ്ണം മാറുന്നതനുസരിച്ച് ഇതിന്റെ വിലയിലും വ്യത്യാസം വരുന്നു. ഇതിൽ കടുത്ത അഴിമതിയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർക്കടക്കം പരാതി നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2018 കരാർ എഴുതിയെങ്കിലും സംസ്ഥാനത്തെ 10 പോലീസ് ജില്ലകളിൽ ക്യാമറ വിതരണം ചെയ്തപ്പോൾ 2024 കരാർ പ്രകാരം ക്യാമറയുടെ വാറണ്ടി 3 വർഷമാണ്. അത് കരാർ ഒപ്പിട്ട 2018 മുതൽ കണക്ക് കൂട്ടുകയും ചെയ്തു. പകരം ക്യാമറ വാങ്ങിയ കമ്പനിയുമായി വാർഷിക അറ്റകുറ്റപ്പണി കരാറിൽ ഏർപ്പെട്ടതുമില്ല. ഈ ക്യാമറകളുടെ എല്ലാം വാറണ്ടി പീരീഡ് കഴിഞ്ഞിരിക്കുന്നു, 3 വർഷക്കാലമാണെന്നാണ്. പക്ഷേ 2023 കിട്ടിയ ക്യാമറകൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് 2023, അതിന്റെ വാറണ്ടി 2026 വരെ ലഭിക്കേണ്ടതാണ്. അതുപോലും കിട്ടാതെ വാങ്ങിച്ച കരാറിന്റെ ആ സമയം മാത്രം നോക്കിക്കൊണ്ട് പേരിന് വേണ്ടി ആർക്കോ വേണ്ടി പൊതുഖജനാവിലെ പൈസ ചെലവാക്കി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുവാനുള്ള ഒരു വെപ്രാളമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിനാൽ കേടാവുന്നവ നന്നാക്കാൻ കഴിയാതെ വന്നു. ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായിരിക്കെയാണ് ക്യാമറകൾ വാങ്ങിയതെന്നാണ് വിശദീകരണം. അരുൺ രാജ്, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.